ശാന്തമ്മ അപ്പാർട്ട്മെന്റ്സ്. ഓഹോ, ഇവര് റാമിന്റെ മുത്തശ്ശനല്ലേ? അതെ, അദ്ദേഹം ഇപ്പൊ എന്തിനാ സീത ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നത്? ഹായ് മിസ്റ്റർ സാൻ. അയ്യോ സുഖല്ലേ മോളെ? സൂപ്പർ ഫൈൻ. നിങ്ങളോ? ഞാനും സൂപ്പർ ഫൈനാ. നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ. എന്ത് കളിയാ കളിക്കുന്നേ? ഞാൻ നേരത്തെ നിങ്ങളോട് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞില്ലേ സിനിമ ഷൂട്ടിംഗ് ചെയ്യുവാണെന്ന്. ഓ ശരിയാണല്ലോ, കറക്റ്റ്. ആ ഫോൺ കണ്ടില്ലേ? അതിലെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആണോ? നമസ്കാരം. നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ വളരെ സന്തോഷം. നമസ്കാരം. ഈ കുട്ടിയെ കണ്ടാ പിന്നെ ഞാനെങ്ങനെയാ ഇവളെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. ഷൂട്ടിംഗ് ഉണ്ട് മുത്തശ്ശ, വന്നാ ഇതൊക്കെ കാണാന്നൊക്കെ പറഞ്ഞ് എന്ത് രസമായിട്ടാണെന്ന് വിളിച്ചേ. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ആ ഫ്രണ്ട് ഈ കുഞ്ഞിക്കിളിയാണെന്ന് ആർക്കും അറിയില്ല. നിങ്ങള് ഇവിടെയാണോ? ആ അതെ, സീതയുടെ വീടിന്റെ തൊട്ടടുത്താ ഞങ്ങളും. കല്യാണത്തിന്റെ അന്ന് ഞാനത് പറഞ്ഞിരുന്നു. നിങ്ങളത് മറന്നതാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മറവിയാ? ഈ പ്രായത്തിലെ എനിക്കും ചെറിയ മറവിയൊക്കെ ഉണ്ട്. ഓ, ഈ മറവി ശരിക്കും നല്ലതാ. ചിലതൊക്കെ അങ്ങ് മറന്നു പോകുന്നതാ ആരോഗ്യത്തിന് നല്ലത്. നിങ്ങളുടെ വീടിന്റെ അടുത്താ സീതയുടെ വീടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാം മിസ്റ്റർ സാൻ. കം ഓൺ. ഓ വെരി ഗുഡ്. വാ 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 വാ. ആ പറയമ്മേ, പഞ്ചസാര എവിടെയാ? കടല നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കല്ലേ അമ്മേ? എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്, നോക്കിയാ കിട്ടും. അതിനൊന്നും അല്ല പ്രിയ. നിന്റെ നാത്തൂന് ഇന്നലെ രാത്രി ക്ലിനിക്കിലേക്ക് പോയിട്ടേ നിങ്ങളൊക്കെ ഓഫീസിലേക്ക് പോയിട്ടാ തിരിച്ചു വന്നെ. എന്നിട്ടിപ്പോ തിരിച്ചു പോവുക. ആയുർവേദ ഡോക്ടർക്ക് ഇത്രയ്ക്കൊക്കെ തിരക്ക് കാണോ? അയ്യോ എന്റെ പൊന്നമ്മേ, അഞ്ചു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയാ. ആയുർവേദം ആണെങ്കിൽ എന്താ, അലോപ്പതി ആണെങ്കിൽ എന്താ, ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ അല്ലേ? അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? അങ്ങനെയല്ല മോളെ, പെൺകുട്ടിയല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞാ ശരിയാവില്ല. അമ്മേ, ഇത് ബാംഗ്ലൂരാണമ്മേ. ഇവിടെ രാത്രി പകല് അങ്ങനെയൊന്നും ഇല്ല. 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അഞ്ജുവിന്റെ കാര്യത്തിൽ തലയിടാൻ പോകണ്ട കേട്ടോ അമ്മേ. ഞാൻ എന്തിനാ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നേ? അവൾ എന്നെക്കാളും ബുദ്ധിയുള്ള കുട്ടിയാ. അമ്മ ഒന്ന് ഫോൺ വെച്ച് എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. അതൊന്നും എനിക്ക് അറിയില്ല. എന്റെ മനസ്സിന് തോന്നിയത് പറഞ്ഞെന്ന് മാത്രം. അല്ല, നീ ഇപ്പോഴും ഓഫീസിൽ അതേ ജോലിയാണോ ചെയ്യുന്നത്? എല്ലാവരുടെയും കൂടെ ആദ്യത്തെ പോലെ? അല്ലമ്മേ, എന്റെ കല്യാണം കഴിഞ്ഞോണ്ടേ അവരെനിക്ക് പ്രൊമോഷൻ തന്നു. എന്തൊരു ചോദ്യം ഇത്! ഇവിടുത്തെ ബോസ് എല്ലാവരുടെയും കൂടെ ഇരുന്ന ജോലി ചെയ്യുന്നേ, പിന്നെ ഞാൻ എന്താ സ്പെഷ്യലാ? ദേ, നിങ്ങൾ എന്നെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടേ. വെറുതെ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക്. എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഏയ്, അഞ്ചു ലേറ്റായി വന്നതിന് അമ്മ വെറുതെ ഇരുന്ന് ടെൻഷൻ ആവുക. ഇവർക്ക് ഇത് ഏത് ലോകത്തെ ജീവിക്കുന്നേ? ഓ, ഇതാ സീതമ്മയുടെ വീട്. ഓ, എത്രയൊക്കെ അടുപ്പുള്ളവരാണെങ്കിലും ഇങ്ങനെ തുറക്കരുത് മോളെ. അടുപ്പോ എന്ന് പറഞ്ഞ എന്താ മുത്തശ്ശ? അതായത് വീടിന്റെ ഓണർ സീതമില്ലാത്തപ്പോ നമ്മൾ അങ്ങനെയൊന്നും തുറക്കാൻ പാടില്ല മോളെ. ഞാൻ ഡെയിലി ഇങ്ങനെയല്ലേ തുറക്കാറ്? ഡെയിലി നീ ഇങ്ങോട്ട് വരാറുണ്ടോ? ഞാൻ നേരത്തെ എന്താ പറഞ്ഞ്, വീടിന്റെ ഓണർ സ്ഥലത്തില്ലാത്തപ്പോ നമ്മൾ അങ്ങനെയൊന്നും തുറക്കാൻ പാടില്ല. അത് തെറ്റല്ലേ? ഓണറോ? അത് നിങ്ങളല്ലേ മിസ്റ്റർ സാൻ? ഞാനോ? എന്റെ ഫ്രണ്ട് റാം ഈ വീട് വാങ്ങിയതാണ്. നിങ്ങൾ അവന്റെ മുത്തശ്ശനല്ലേ? സോ ഈ വീടിന്റെ ഓണർ നിങ്ങളാണ്. രാമനോ? നീ എന്താ മോളെ പറയുന്നേ? ഞാൻ പറയുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നവരെയാ. ഈ വീട്ടിൽ എന്നും താമസിക്കുന്നവര്. മിസ്റ്റർ സാൻ, ഇത് എന്റെ വീടാ. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവാറ്. അത് ശരി, ഇത് ആദ്യം അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞത് സീതയുടെ വീട്ടിലേക്ക് പോകാനല്ലേ. നീ ഇപ്പൊ എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി തരക്കേടില്ലല്ലോ. അയ്യോ മിസ്റ്റർ സാൻ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. നിങ്ങൾ കൺഫ്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക. കൺഫ്യൂട്ടോ? കൺഫ്യൂഷനാണോ നീ പറയുന്നത്? കൺഫ്യൂഷൻ എന്തിനാ? ഞാനിപ്പോ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ കേട്ടോളൂ. ഇതെന്റെ വീട്.
കുട്ടിയാ. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഞാനും എന്റെ അമ്മയും ഇവിടെയാ നിൽക്കുന്നേ. സീതമ്മയുടെ വീടാ ഇത്. സീതമ്മയുടെ മകളാ ഞാൻ. സീതമ്മ, ഇത്ര വേഗം നീ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയോ? ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലേക്ക് ആരാ വന്നിരിക്കുന്നതെന്ന്? മിസ്റ്റർ സൺ. കൊറേ നേരമായിട്ട് ഞാൻ പറയുക നിന്റെ വീടും എന്റെ വീടും ഒന്നാണെന്ന്. പക്ഷേ മിസ്റ്റർ സൺ കൺഫ്യൂസ് ആയി പോയി. നീ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്ക് ഞാൻ നിന്റെ മകളാണ് എന്ന്. സർ, അകത്തിരുന്ന് സംസാരിക്കാം. വെൽക്കം ഹോം മിസ്റ്റർ സൺ. വരൂ മിസ്റ്റർ സൺ. സോറി റാം, ഞാൻ വീട്ടിലേക്ക് പോവാ. മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്തിനാ വന്നതെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ് കേട്ടോ. മുത്തശ്ശന്റെ ആരോഗ്യം ഇമ്പോർട്ടന്റ്. പക്ഷേ ദേവി, ഇത് ഞാൻ ഇനി എന്തെങ്കിലും ഒരു സത്യം മറച്ചു വെക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. ഞാനിനി ഒന്നും മറച്ചു വെക്കില്ല. മുത്തശ്ശൻ എന്തിനാ അങ്ങോട്ട് പോയത്? അഥവാ സിഹിയെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാ ഗോഡ്. സീതയുടെ വീട്ടിലേക്ക് വണ്ടി എടുക്ക. ഇരുന്നോളൂ മിസ്റ്റർ സൺ. രാമ, എല്ലാം കൈവിട്ടു പോവാണെന്ന് ഞാൻ വിശ്വസിക്കണോ, അതോ നിന്റെ തീരുമാനങ്ങളാണെന്ന് ഞാൻ കരുതണോ? ഇരുന്നോളൂ മിസ്റ്റർ സൺ. ഞാൻ കുടിക്കാൻ വെള്ളം കൊണ്ടുതരാം. അയ്യോ, ഇങ്ങനെ നിന്നാ എങ്ങനെയാ ഇരിക്കുന്നേ? എന്റെ കുട്ടി ഓൾറെഡി മോളുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. എന്റെ രാമന്റെ ആദ്യത്തെ കല്യാണം ഇത്. അപ്പൊ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ആദ്യത്തേതായിരിക്കണം. മിസ്റ്റർ സൺ, വെള്ളം കുടിക്കേ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഓ, വെറും വെള്ളം കൊണ്ട് തരുന്നത് കൊണ്ടാണോ? സീതമ്മ കോഫി അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ട് തന്നോളും. ആദ്യം നിങ്ങൾ വെള്ളം കുടിക്കേ. ഈ കുഞ്ഞിക്കിളി കല്യാണ വീട് മുഴുവൻ പാറി നടക്കുകയായിരുന്നു. പക്ഷേ ഇവളുടെ അമ്മ സീതയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരും ഇതെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സീത എന്തിനാ ഇത് എന്നോട് മറച്ചു വെച്ചത്? വീട്ടിലേക്ക് വരുന്നവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണം, അതാണ് മദ്യാര എന്ന് സീതമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ വെള്ളം കുടിക്കേ. സീതമ്മ, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ മദ്യാര? അങ്ങനെയല്ല, മര്യാദ എന്നാണ് മോളെ. ആ, മര്യാദ. മര്യാദ. രാമനെ പോലെ ഒരാളൊക്കെ അപൂർവ. നിങ്ങളിൽ നിന്നായിരിക്കും രാമന് ആ സംസ്കാരമൊക്കെ കിട്ടിയത്. നിങ്ങൾ എത്ര വലിയ ആളുകളാ, എന്നിട്ടും ഒരല്പം പോലും അഹങ്കാരമില്ല.
നല്ലത് മാത്രമേ നിങ്ങൾക്ക് വരൂ. സത്യം, എന്റെ സീത ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചതാ. ഇപ്പോ നിങ്ങളൊക്കെ ഉള്ള വലിയ വീട്ടിലേക്ക് വരാൻ പോണത്. സത്യമായിട്ടും അമ്മയും മോളും ഒക്കെ ഒരുപാട് പുണ്യം ചെയ്തവരാ. എന്റെ വീട്ടുകാരെ പറ്റി അറിയണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ. സിഹിയ എനിക്കെല്ലാം. ഇവരെന്റെ അടുത്ത വീട്ടിലുള്ളതാ. പക്ഷേ എനിക്ക് ഇവരാ എന്റെ വീട്ടുകാര്. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹവും ധൈര്യവും ഒക്കെ തന്നത് ഇവരാ, എന്റെ അച്ഛനും അമ്മയും. സന്തോഷം. എന്താ സാർ ഡള്ളായതെന്താ? സീതേ, നീ ഒരു ഒഴിവ് കണ്ടെത്തി എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ട നല്ലത്. മിസ്റ്റർ സാൻ, മുത്തശ്ശ, ഒരു മിനിറ്റ് പ്ലീസ്. ഇനി നീ ഒരു അക്ഷരം സംസാരിക്കണ്ട. വീട്ടിലേക്ക് വാ, ഒരുപാട് സംസാരിക്കാനുണ്ട്. ഡ്രൈവർ എടുക്ക. മുത്തശ്ശൻ ഇത്രയ്ക്ക് സീരിയസ് ആവണമെങ്കിൽ സിഹിയെക്കുറിച്ച് എന്തായാലും സീത പറഞ്ഞു കാണും. എന്റെ ലൈഫിൽ ഞാൻ മാത്രമല്ല, സിഹിയ ഉണ്ടെന്ന് നിങ്ങൾ മുത്തശ്ശനോട് എന്ന് പറയുന്നു, അവരത് മനസ്സറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണോ അന്ന് വന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കേ. ആദ്യം മുത്തശ്ശന്റെ മനസ്സെന്താണെന്നറിയണം. മുത്തശ്ശൻ സമ്മതിച്ചാലേ സീതയോട് ബാക്കി സംസാരിക്കാൻ പറ്റൂ. ശാന്തേ, അദ്ദേഹത്തിന് എന്ത് പറ്റി? പെട്ടെന്നങ്ങ് പോയതെന്താ? എനിക്കും മനസ്സിലാവുന്നില്ല ഏട്ടാ, എന്താ സംഭവിച്ചതെന്ന്. സീതമ്മ, മിസ്റ്റർ സൺ എന്തിനാ ഇത്ര വേഗം തിരിച്ചു പോയത്? അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി കാണും മോളെ. മോള് പോയി കളിച്ചോട്ടോ. ഓക്കെ സീതമ്മ. അല്ല, സന്തോഷമായിട്ട് സംസാരിച്ചിരുന്ന പെട്ടെന്ന് ഇതെന്താ അദ്ദേഹത്തിന് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛാ, എനിക്കൊരു മകളുണ്ടെന്നും എന്റെ മകളാണ് സിഹിയെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നീ എന്താ ഈ പറയുന്നത് സീതമോളെ? സിയെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നോ? അയ്യോ രാമ. അല്ല മോളെ, നിനക്കൊരു മകളുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞിട്ടാ സമ്മതിച്ചെന്നല്ലേ ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ. രാമന്
എല്ലാ രീതിയിലും ചേരുന്ന പെണ്ണാ മോളെ നീ സീത. എന്റെ മകളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാ ഞാനിങ്ങനെ പറയുന്നതെന്ന് കരുതണ്ട. പക്ഷേ ഒരു മകളുള്ള പെണ്ണുമായിട്ട് റാമിന്റെ കല്യാണം നടത്തില്ലെന്ന് അവര് പറഞ്ഞ ഗതി എന്താവും മോളെ? ഞാൻ സീതമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ സീതമ്മയുടെ കല്യാണം നടക്കില്ലേ? എന്റെ ഫ്രണ്ട് എന്നെ സീതമ്മയുടെ കൂട്ടുവിടുവോ? അച്ഛൻ വലിയ ചൂടിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വീട്ടിൽ ഓരോരോ രാമായണൊക്കെ നടക്കുമ്പോ ഇങ്ങനെയൊക്കെയാ. ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ നിന്റെ കെട്ടിയോളോട് ചോദിക്കേണ്ടി വരും. എന്റെ കെട്ടിയോളോടോ? എന്താന്ന് വെച്ചാലേ അച്ഛന്റെ താക്കോല് മൊത്തം നിന്റെ കെട്ടിയോളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അച്ഛാ, ഇത്ര വലിയൊരു കാര്യം ഉണ്ടായിട്ട് പറയാതിരുന്നത് എന്താ? സീതയ്ക്കൊരു മകളുള്ള കാര്യം എന്തിനാ മറച്ചു വെച്ചത്? ഇത്ര ആളുകളുണ്ടല്ലോ വീട്ടില്. ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? വാവ്, ഈ മുതുക്കന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ച കാര്യം അഗ്നിയായി കത്തി എരിയുന്നുണ്ടല്ലോ. സബാഷ്. അന്നൊരു ഡിവോഴ്സ് കേസിന്റെ ആലോചന വന്നെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തെന്നറിയാതെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചീത്ത മുഴുവൻ കേട്ടത് ഞാനാ. ഇന്ന് ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. മുത്തശ്ശ, ആക്ച്വലി മുത്തശ്ശ ഇക്കാര്യം മറയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അത് മറച്ചു വച്ചത് പോരാഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇനി ന്യായീകരിക്കണ്ട. അച്ഛാ, അത് മിണ്ടാതിരി മോളെ. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം ഒന്ന് പറയുമല്ലോ. ഇത്ര വലിയൊരു കാര്യം ഉണ്ടായിട്ട് എന്നോട് പറയാഞ്ഞിരുന്നെന്തേ? മുത്തശ്ശ, അത് ആക്ച്വലി ഇനി നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനുള്ള അർഹതയില്ല. അച്ഛാ, അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം ഞങ്ങള് വേണോന്ന് വെച്ച് മറച്ചു വെച്ചതല്ല. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നല്ലോ. അതും പോരാഞ്ഞിട്ട് ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യ. അതുകൊണ്ട് അച്ഛൻ്റെ അസുഖം ഒന്ന് സുഖമായിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങള് പിന്നെ പറയാന്ന് വിചാരിച്ചത്. എനിക്ക് നിങ്ങളുടെ ആരുടെ ന്യായങ്ങളും കാരണങ്ങളും ഒന്നും കേൾക്കണ്ട. ഞാൻ സീതയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളോട് സമയം കണ്ടെത്തിയിട്ട് വന്ന് കാണാൻ പറ. അങ്ങോട്ട് നിങ്ങളാരും വരാൻ നിൽക്കണ്ട. നിങ്ങളോട് സംസാരിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. എനിക്ക് സീതയോട് മാത്രമായിട്ട് സംസാരിക്കണം. സീതയ്ക്ക് വേണ്ടി ഞാൻ ഏതായാലും ഞാൻ വരാൻ പറയാം. ഫ്രണ്ട് സീതമ്മയെ കല്യാണം കഴിക്കണം. പക്ഷേ ഞാനുണ്ടെങ്കിൽ കല്യാണം നടക്കില്ല എന്നായിരിക്കും. സീതമ്മ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ സീതമ്മയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. സീതമ്മ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കണം. സീതമ്മ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാക്ടീസ് ചെയ്യണം.
സിഹി വാ ഉറങ്ങാം. സീതമ്മ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്നാലും ഞാനത് ട്രൈ ചെയ്തോളാം. നീ എന്തിനാ ഞാനില്ലാതെ ഉറങ്ങാൻ പോകുന്നേ? അന്ന് ഞാൻ അഞ്ജലി ചേച്ചിയുടെ വീട്ടിൽ നിന്നില്ലേ, അതേപോലെ എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ. സിഹി എന്തിനാ മോളെ നീ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നേ? തുപ്പിക്കേ. ഇനി നീ അങ്ങനെ എന്നോട് പറഞ്ഞാ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. ഇങ്ങോട്ട് വാ സിഹി, ഞാൻ നിന്നെയാ വിളിക്കുന്നത്. ഇങ്ങോട്ട് വാ. നീയും അങ്ങനെയാ. ഞാനില്ലാതെ നീ ഒറ്റയ്ക്ക് നിൽക്കുമെന്നൊന്നും പറയില്ലേ മോളെ, പ്ലീസ്. വാ ഉറങ്ങാം. എനിക്കറിയാം മോളെ, നിന്റെ പ്രായത്തേക്കാൾ വലിയ കാര്യങ്ങളാണ് നീ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം സത്യവാ, എനിക്ക് നിന്നെ പിരിയേണ്ടി വന്നാ അതെന്റെ മരണം കൊണ്ട് മാത്രമായിരിക്കും.